അപ്പോൾ ക്യാബേജ് തോരന് വേണ്ടിയിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാബേജിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നീളത്തിൽ ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം. പക്ഷേ സദ്യയിലൊക്കെ നമ്മൾ അധികം കാണുക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാബേജാണ്. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ കനം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇത് കഴുകിയെടുത്തതിന് ശേഷം പറ്റുമെങ്കിൽ അതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ സദ്യയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഡ്രൈ ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്. അപ്പോൾ തോരന് അത്യാവശ്യം എരിവ് വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളി, പിന്നെ ഒരു 4-5 ഇല കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ അരഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ ആ പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക മാത്രമേ വേണ്ടൂ. ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കുക. കണ്ടില്ലേ, ഉള്ളിയും പച്ചമുളകൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടണം, അരഞ്ഞു പോകാൻ പാടില്ല. ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ഒരു അരപ്പ് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാബേജിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. അതായത് അരപ്പും ക്യാബേജും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായി വരണം. ആ രീതിയിൽ നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തോരനാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. തോരനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ ഒരു 2 വറ്റൽമുളക് അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട്, അതായത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലെ വറവും ക്യാബേജും നന്നായിട്ട് മിക്സായി വരണം. ആ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അതായത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 2 മിനിറ്റ് മാത്രം അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. ആ ഉള്ളിയുടെയും നാളികേരത്തിൻ്റെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നത്. കൂടുതൽ സമയം അടച്ചു വെച്ച് വേവിച്ചാൽ ക്യാബേജിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ ആ വെള്ളം നമ്മൾ മുഴുവനായിട്ട് വറ്റിച്ചിട്ട് വേവിച്ചെടുക്കുമ്പോഴേക്കും ക്യാബേജ് നന്നായിട്ട് കുഴഞ്ഞു പോകും. സദ്യയിലൊക്കെ നമ്മൾ കാണുന്ന ക്യാബേജ് തോരൻ എന്ന് പറയുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. അതുപോലെ അത് കഴിക്കുമ്പോൾ ക്യാബേജ് കുറച്ച് കടിക്കാനായിട്ട് കിട്ടും. ക്യാബേജിനൊരു ക്രഞ്ചിനെസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മളിത് ഒരുപാട് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കരുത്. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞത് തുറന്നിട്ട് പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ക്യാബേജ് നമ്മൾ നന്നായിട്ട് കനം കുറച്ചിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വേവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആയി കിട്ടണം. പിന്നെ ഇത് അടി പിടിക്കാനും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. ഈ തോരൻ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഈ രീതിയിൽ മാത്രമല്ല പല വിധത്തിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടില്ല. ചിലർ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പിൻ്റെ കൂട്ടത്തിൽ 2-3 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ്. എന്നാലും ഈ രീതിയിൽ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്